അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രമുഖ സ്പാനിഷ് എഴുത്തുകാരനായിരുന്ന ഗബ്രിയേൽ മാർക്കോസ് തൻ്റെ ജീവിതത്തിൻ്റെ സായംസന്ധ്യ വേളയിൽ താൻ ഇനി ജീവിതത്തിലേക്ക് മടങ്ങി വരുമോ എന്ന് ശങ്കിച്ച് നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്: ഇനി ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയാണെങ്കിൽ ഞാൻ ഒരു നിമിഷം പോലും കണ്ണടയ്ക്കില്ല. കാരണം കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് നഷ്ടപ്പെടുന്നത് വെളിച്ചത്തിൻ്റെ വിലപ്പെട്ട നിമിഷങ്ങളാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സത്യം ചെയ്ത് പറയാൻ ഉപയോഗപ്പെടുത്തുന്ന ചില സുപ്രധാന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സമയം. വൽ അസ്ർ വൽ ഫജ്ർ വല്ലുഹ വല്ലൈൽ വന്നഹാർ. രാവ്, പകല്, പ്രഭാതം, പൂർവാനം, കാലം തന്നെ സത്യം. അള്ളാഹു അവൻ്റെ അത്ഭുത ദൃഷ്ടാന്തങ്ങൾക്ക് ഭൂമിയിൽ, പ്രപഞ്ചത്തിൽ അവയുടെ ഡ്യൂട്ടികളൊക്കെ നിർവഹിച്ചു കൊടുക്കുന്ന, അല്ലെങ്കിൽ അവയൊക്കെ എങ്ങനെ നിർവഹിക്കണമെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന വേളയിൽ അവൻ അവയൊക്കെയും കൃത്യമായ ടൈമിങ്ങോടുകൂടി നിർവഹിക്കുവാനാണ് അവകളോട് നിർദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് കാണാം. നമ്മളെ ആരാധനാകർമ്മങ്ങൾ എടുത്താൽ വളരെ സുപ്രധാനമായ ആരാധനാകർമ്മങ്ങൾ പോലും ഏറ്റവും മഹത്തായ ലക്ഷ്യത്തിൽ പൂർത്തീകരിക്കുന്നതിൻ്റെ നിബന്ധന അവയുടെ ടൈമിങ്ങിനനുസരിച്ചാണ്, സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനനുസരിച്ചാണ്. നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് കിതാബം മൗഖൂത്ത. നോമ്പിനെ കുറിച്ചാണെങ്കിൽ അയ്യാമം മാദൂദാത്ത്. ഇനി ഹജ്ജിനെ കുറിച്ചാണെങ്കിൽ അഷ്ഹുറും മാലൂമാത്ത്. എന്ന് വെച്ചാൽ കൃത്യമായ സമയബന്ധിതമായി പൂർത്തീകരിക്കുമ്പോഴാണ് ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ആ കർമ്മങ്ങളുടെ ചൈതന്യം ഏറ്റവും ഉത്കൃഷ്ടമായ രൂപത്തിൽ ഉപയോഗപ്പെടുത്തുവാൻ കഴിയുകയും ചെയ്യുക എന്നത്. മുസ്ലിം ലോകം വീണ്ടും ഒരു റമദാനിലേക്ക് കാലെടുത്തു വെക്കുകയാണ്. അളവറ്റ അനുഗ്രഹങ്ങൾ അനുസ്യൂതം പെയ്തിറങ്ങുന്ന റമദാനിൻ്റെ ഓരോ നന്മകളും നമ്മിലേക്ക് ചേർത്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഓരോ മനുഷ്യരും. ആ അളവറ്റ അനുഗ്രഹങ്ങളുടെ ഓരോ നിമിഷങ്ങളിലും നന്മകളുടെ വിത്തുകൾ പെയ്തിറക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് മനുഷ്യർ. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങളാൽ നാം അറിയാതെ, നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മളിൽ നിന്നും പലതും കൈമോശം വന്നു പോകുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സമയം. സമയം എങ്ങനെ വിനിയോഗിക്കണമെന്ന് കൃത്യമായ ധാരണയില്ലാത്ത മനുഷ്യർ സമയത്തെ പഴിക്കുകയാണ് അവൻ്റെ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും മറയായി ചെയ്യുക. ഇവിടെയാണ് ഇമാം ഷഫീ റഹ്മത്തുള്ളാഹി പറഞ്ഞു വെക്കുന്നത്: നഈബു സമാനന വൽ ഐബു ഫീന വമാലി സമാനിന ഐബുൻ സിവാന. സമയത്തിനല്ല പ്രശ്നം, അതിനെ എങ്ങനെ വിനിയോഗിക്കണമെന്നറിയാത്ത, ഉപയോഗപ്പെടുത്തണമെന്നറിയാത്ത, ഫലപ്രദമായി വിനിയോഗിക്കുന്ന രീതിയിൽ മനുഷ്യൻ സംഭവിക്കുന്ന കുറവുകളാണ് പ്രശ്നം. സമയത്തിനൊരു പ്രശ്നവുമില്ല എന്നുള്ളതാണ്. ഇദാനതക സമാനു ലനാ ഹജാന. ഇനി കാലത്തിനും സമയത്തിനും എങ്ങാനും സംസാരശേഷി ഉണ്ടായിരുന്നുവെങ്കിൽ നമ്മൾ പാഴാക്കി കളയുന്ന, നമ്മൾ ഇല്ലായ്മ ചെയ്ത് കളയുന്ന, നമ്മൾ വിനാശമാക്കി കളയുന്ന, അധർമ്മങ്ങളിലായി ചെലവഴിക്കുന്ന സമയം തന്നെ നമ്മെ നോക്കി പരിഹസിക്കുകയും വിമർശനങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യുമായിരുന്നു. ഇമാം റംലി മനുഷ്യ ജീവിതത്തെ തന്നെ 5 നേരത്തെ നമസ്കാരങ്ങളോടാണ് ഉപമിക്കുന്നത്. ഒരു മനുഷ്യൻ സുബഹി നമസ്കാരമാകുമ്പോൾ അദ്ദേഹം ജനിക്കുന്നു. ദുഹർ നമസ്കാരമാകുമ്പോൾ ആ മനുഷ്യന് യൗവനം പ്രാപിക്കുന്നു. അസറാകുമ്പോഴേക്കും വാർദ്ധക്യവും, മഗ്രിബാകുമ്പോഴേക്കും ആ മനുഷ്യൻ ഈ ലോകത്ത് നിന്നും എന്നേക്കുമായി വിട പറയുകയും ചെയ്യുന്നു. ഇനി പ്രഭ പരത്തി നൽകുന്ന സൂര്യൻ ഈ ലോകത്തു നിന്നും എങ്ങനെയാണോ വിസ്മൃതിയിലാകുന്നത്, അതുപോലെ ഈ മനുഷ്യൻ ഇശാ നമസ്കാരമാകുമ്പോഴേക്കും ജനഹൃദയങ്ങളിൽ നിന്നും വിസ്മൃതിയിലേക്ക് പോകുന്നു. അത്രയ്ക്ക് ഹ്രസ്വമാണ് മനുഷ്യ ജീവിതം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. നമ്മളിലേക്ക് എത്തുന്ന ഓരോ റമദാനുകളും നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആയുസ്സിന്റെ കൊഴിഞ്ഞുപോക്കിനെയാണ്. ഓരോ ദിനങ്ങളും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ഖബറിലേക്ക് ഒന്നുകൂടി അടുത്തു എന്നതാണ്. അതുകൊണ്ട് കഴിഞ്ഞ റമദാനിൽ ഞാൻ എന്ത് നേടി, എന്ത് കുറ്റങ്ങളും കുറവുകളും പാളിച്ചകളും അബദ്ധങ്ങളുമാണ് എനിക്ക് കഴിഞ്ഞ റമദാനിൽ സംഭവിച്ചത് എന്നുള്ളത് ആലോചിക്കുകയും വിചിന്തനം ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഈ റമദാനിനെ ഏറ്റവും ഊർജ്ജസ്വലവും ഫലപ്രദവുമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാൻ സാധിക്കുക. നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റുകളിൽ, നമ്മുടെ ചാർട്ടുകളിൽ ചില സുപ്രധാനമായ കാര്യങ്ങൾക്കുള്ള സമയം നാം തന്നെ നീക്കിവെക്കേണ്ടതുണ്ട്. അതിൽ നമ്മുടെ ജമാഅത്ത് നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ, ഖുർആനിൻ്റെ പഠന പാരായണങ്ങൾ, മറ്റുള്ളവർക്കുള്ള സേവനങ്ങൾ, മർദ്ദിതർക്കും പീഡിതർക്കുമുള്ള പ്രാർത്ഥനകൾ, ഇവയൊക്കെയും ഇടം നേടേണ്ടതുണ്ട്. അപ്പോഴാണ് അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ, സ്വർഗാവകാശികളാണ് യഥാർത്ഥ വിജയികൾ എന്ന വിശുദ്ധ ഖുർആനിൻ്റെ പ്രഖ്യാപനത്തിൽ നാം അർഹരായി തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.